തിരുത്താൻ തുടങ്ങിയിട്ട് എന്താണ്? എടാ അതൊന്നും അങ്ങനെ വെട്ടാതറാ. 5-6 മാസം പുറത്തു പോലും ഇറങ്ങാതിരുന്ന് എഴുതിയാണ്. ഒന്ന് പോയടാ, ഒന്ന് തള്ളുമ്പൊരു മയത്തി തള്ളു. നീ ഇവിടെ തന്നെ നല്ല എഴുതിയത് 5-6 മാസം പുറത്തു പോയില്ലെന്ന്. എടാ പുറത്തിറങ്ങിയില്ല വെച്ചാ ഇടക്കിടക്ക് പുറത്തിറങ്ങി ഒരുപാട് ബുദ്ധിമുട്ടി എഴുതാണെന്നാണ് ഉദ്ദേശിച്ചത്. എന്റെ അളിയ, നമ്മൾ ഈ സിനിമ എടുക്കുന്നതോടുകൂടി ഇത് പൂട്ടിക്കേട്ടാ നല്ല പരിപാടി. എന്താടാ ഈ സ്ക്രിപ്റ്റിന് ഒരു കുഴപ്പം? എടാ നമ്മളിത് എഴുതി തുടങ്ങിയ സമയം, നമ്മളല്ല ഞാൻ. എന്റെ പൊന്നോ നീ. ആ എടാ നീ ഇത് എഴുതി തുടങ്ങിയ സമയം, അന്നത്തേന് ശേഷം സിനിമ ഒരുപാട് മാറി. ആ പുതിയ സിനിമയൊക്കെ ഞാനും കാണാറുള്ളതാണ്. അതുകൊണ്ട് എന്താ കാര്യം? ഈ സീനൊക്കെ ഭയങ്കര ബോറാണ്. 4-5 വർഷം മുമ്പത്തെ സിനിമ പോലെ ഉണ്ട്. ഉദാഹരണത്തിന് എടാ ഉദാഹരണത്തിന് ഹീറോ ഹീറോയും കണ്ടുമുട്ടുന്ന സീൻ. ആ സീൻ തൊട്ടു പോരാ, എന്റെ മാസ്റ്റർ പീസ് ആണ്. എന്റെ അളിയ, അത് നീ എന്റെ മീനോടെ കഥ കേട്ടിട്ട് എഴുതിയ സീനാണ്. അതെ. എന്നിട്ട് നീ എന്താ കാണിച്ചു വെച്ചിരിക്കുന്നത് നോക്കിയേ. ഇത് ഗംഭീര സീനിലടാ. ഇത് എപ്പോ വായിച്ചാലും എനിക്ക് രോമാഞ്ചം വരാറുണ്ടല്ലോ. പിന്നെ ഭയങ്കര ബോറായുണ്ട്. എടാ ആദ്യമായിട്ട് കാണുന്നവർ ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. ഇതിൽ ഫുൾ ഡ്രാമയാണ്. എടാ സിനിമയാകുമ്പോൾ കുറച്ച് ഡ്രാമയൊക്കെ വേണം. അല്ലാതെ നടന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ എഴുതി വെച്ച ആൾക്കാർ ബോറടിച്ച് എഴുന്നേറ്റ് പോകും. എന്റെ അളിയ, ഇപ്പോഴത്തെ ആളുകൾ റിയലിസ്റ്റിക് സിനിമയാണ് ഇഷ്ടപ്പെടുന്നത്. ഇങ്ങനത്തെ സീൻ ഇപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ ആൾക്കാർ തിയേറ്ററിൽ എഴുന്നേറ്റ് കൂവും. എടാ ഒരു എഴുത്തുകാരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം. തേങ്ങാ കോല. എടാ ഇനിയും ഇതിൽ കുറെ സീനുകൾ വെട്ടാറുണ്ട്. എന്റെ അമ്മ, ഇതിലും ഭേദം രാജീവ് സാറായിരുന്നു കേട്ടാ. അയാൾക്ക് പിന്നെ കുറച്ച് അടിയിടിയൊക്കെ ചേർത്തിട്ട് കുറച്ച് പിരിമുറുക്കുണ്ടായി കൊടുത്ത പ്രശ്നമില്ലായിരുന്നു. എന്താ നീ ആളെ കൊണ്ട് ഡയറക്റ്റ്? എടാ നിനക്കിപ്പോൾ എന്താ വേണ്ടത്? തിരുത്തണം. തിരുത്തിക്കോ. പക്ഷെ നീ തിരുത്തിയ സാധനം എനിക്കൊണ്ട് ബോധ്യപ്പെട്ടാലേ നമ്മൾ അതുമായിട്ട് മുന്നോട്ട് പോകും. അത് എളുപ്പമല്ല. ഡൺ. പിന്നെ ഞാൻ അതിൽ ചില സ്ഥലത്ത് ഒരുപാട് ബ്രില്യൻസ് ചേർത്തിട്ടുണ്ട്. അതൊന്നും കട്ട് ചെയ്യരുത്. ആ അത്ര ശരിയല്ല. അതല്ല വിനോദേട്ടാ, കൊടുത്തിട്ടുണ്ട്. അതൊന്ന് അപ്രൂവൽ ചെയ്യണം. ഇല്ല, അധികം താമസിക്കില്ല. ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. വേണ്ട ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. കൂടിപ്പോയ 2 ദിവസം. ഓക്കെ ശരി. അതെ, കഫറ്റീരിയയുടെ കാര്യം വല്ലതും പറയാനാണെങ്കിൽ നമുക്ക് പിന്നീട് സംസാരിക്കാം. ആ ജിൻഡോ അങ്ങനെ കണ്ടാൽ പിന്നെ അത് മതി. ഞാൻ അതിനൊന്നിനും അല്ല, എൻ്റെ ഒരു പേഴ്സണൽ കാര്യം പറയാനായിട്ടാ. എന്നാ പറ. അതെ, ഇന്നലെ അമ്മ വിളിച്ചിരുന്നു. എന്നിട്ട് എപ്പോൾ വിളിച്ചാലും കല്യാണത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. എത്ര കാലം ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിയുന്നൊക്കെ ഇപ്പോൾ ചോദിക്കുന്നു. ഈ പ്രായത്തിൽ ഇനി അമ്മച്ചി കല്യാണം കഴിച്ചിട്ട് എന്ത് ചെയ്യാനാ ജോസഫേട്ടാ? വയസ്സായി വരില്ലേ, ഓരോ ആഗ്രഹങ്ങളെ കാണും. എന്തായാലും അമ്മച്ചി ഇത്ര കാര്യമായിട്ട് പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ മക്കളെല്ലാവരും കൂടി ഇരുന്ന് ആലോചിച്ച് നടത്തി കൊടുക്ക്. എൻ്റെ അമ്മച്ചിയുടെ കെട്ടിൻ്റെ കാര്യമല്ല, എൻ്റെ കല്യാണക്കാരിയാണ് പറയുന്നത്. എൻ്റെ ജോസഫേട്ടാ, നിങ്ങൾ ഈ വണ്ടി ഓടിച്ചിട്ട് എങ്ങോട്ടാ വരുന്നതെന്ന് എനിക്ക് നേരത്തെ മനസ്സിലായി കേട്ടാ. മനസ്സിലായിരുന്നല്ലേ? എൻ്റെ ലക്കി മോളെ, എങ്ങനെയെങ്കിലും എൻ്റെ വണ്ടി ഒന്ന് നീ കരക്കടുപ്പിച്ചതാ. എൻ്റെ പൊന്നു ജോസഫേട്ടാ, കാര്യം പ്രീതി ചേച്ചി എൻ്റെ സ്വന്തം ചേച്ചിനെ പോലെയൊക്കെ തന്നെയാ. പക്ഷേ ഈ കാര്യവും പറഞ്ഞ് എനിക്ക് അവരുടെ മുമ്പിൽ പോയി നിൽക്കാനേ സത്യം പറഞ്ഞാൽ കുറച്ച് പേടിയുണ്ട്. നീ എന്താ മോളെ നീ ഞാൻ തമ്മിൽ പിന്നെ എന്താ ഒരു വ്യത്യാസം? ചേട്ടാ, ഞാൻ പോയത് എങ്ങനെ പറയാനാ? ചേച്ചിക്ക് ചേട്ടനോടൊരു സോഫ്റ്റ് കോർണർ ഉണ്ടോയെന്ന് പോലും എനിക്കറിയില്ല. ഒരു ക്ലൂ പോലും അവരെനിക്ക് തരുന്നില്ല. ഇപ്പം അങ്ങനെ പഴയ പോലൊന്നും അല്ല. ഫോണിൽ വിളിച്ച് ഹെൽപ്പൊക്കെ ചോദിക്കാറുണ്ടല്ലോ. ഞങ്ങൾ ഒന്നിച്ച് ലുലുവിൽ പോയി മിക്സിയൊക്കെ മേടിച്ചല്ലോ. എന്നാൽ പിന്നെ ചേട്ടന് നേരിട്ട് അങ്ങോട്ട് ചോദിച്ചാൽ പോരെ? ഇത് വെറും ടൈം പാസ് ഒന്നുമല്ലല്ലോ, കല്യാണം കഴിക്കാനല്ലേ. ചേട്ടൻ പോയി സംസാരിക്കുമ്പോഴേ അതിൻ്റെ ഒരു സീരിയസ്നെസ് ഒക്കെ ഉണ്ടാവും. എന്നാലും അവിടെ മനസ്സിൽ എന്താണെന്നുള്ള അറിയാതെ. ഇനി നെഗറ്റീവ് ആണെങ്കിൽ ഇത്രയും കാലത്തെ ഇടപെടൽ വെച്ചിട്ട് അവൾ കയറി തല്ല് വരെ ചെയ്യും, അറിയാമല്ലോ. അതെ, ഞാൻ പോയി സംസാരിക്കാം. ജസ്റ്റ് പോയെന്ന് പറയും, അത്രേ ഉള്ളൂ. എന്നിട്ട് ചേച്ചിക്ക് എന്തെങ്കിലും പറയാണ്ടെങ്കിൽ പിന്നെ അത് നിങ്ങൾ തമ്മിലായിക്കോളണം. ഓക്കെ? ഏറ്റു മതി, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. ആദ്യം അഡ്വാൻസ് എത്ര കിട്ടും നോക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം ബാക്കി കാര്യങ്ങൾ. മറ്റേ കോർപ്പറേഷൻ ഓഫീസിലെ കാര്യം എന്തായി? അത് ഞാൻ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. 2 ദിവസം കഴിഞ്ഞാൽ വീണ്ടും ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഇത്തവണ ഞാൻ മാത്രമല്ല, സാമും കൂടെ വരണം കേട്ടോ. തന്നെ ഞങ്ങൾ അഡ്വാൻസ് ഇട്ടിട്ടുണ്ട്. അടിപൊളി. അപ്പൊ ഇനി നമുക്ക് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാം, അല്ലേ പാർട്ണറെ? യെസ് പാർട്ണർ. നമുക്കേ മൊത്തത്തിൽ ഗ്രാൻഡ് ഇന്റീരിയർ സെറ്റ് ചെയ്യണം. പുറത്ത് നോക്കുമ്പോൾ ഒരു ലക്ഷറി ഫീൽ ചെയ്യണം. അതെന്താ, നമ്മൾ 5 സ്റ്റാർ ഹോട്ടലാണ് ഉണ്ടാക്കാൻ പോണേ? അങ്ങനെ ചോദിച്ചു. എന്റെ സാം, നമുക്ക് ഇപ്പൊ വേണ്ടത് കണ്ടംപററി ആയിട്ടുള്ള ലോ കോസ്റ്റ് ഡിസൈനിങ് ആണ്. അല്ലടാ, പുറത്ത് നോക്കുന്നവർക്ക് അട്രാക്ഷൻ തോന്നണ്ടേ? സാമേ, നമുക്കിപ്പോൾ ഇന്റീരിയർ ഡിസൈനിങ് കൂടുതൽ ക്യാഷ് ചിലവാക്കാൻ പറ്റില്ല. അതിന് പല കാരണങ്ങളുണ്ട്. എന്തൊക്കെയാണ് കാരണങ്ങൾ? 1, നമ്മൾ ഈ ബിസിനസ് ഈ കൊച്ചു മാർക്കറ്റിൽ ആദ്യമായിട്ടാണ് ചെയ്യാൻ പോണത്. സോ നമുക്കിപ്പോൾ ആവശ്യം ആൾക്കാരിലേക്ക് നമ്മുടെ ബിസിനസ് ഐഡിയ മാക്സിമം എത്തിക്കുക എന്നുള്ളതാണ്. അതായത് മാക്സിമം മാർക്കറ്റ് ചെയ്യണം. എത്ര നമ്മൾ മാർക്കറ്റ് ചെയ്യണോ അത്രയും എൻക്വയറീസ് വരും. പിന്നെ നമ്മൾ പ്രോഡക്റ്റ് ഷോക്കേസ് ചെയ്യുന്നത് ഷോർട്ട് ടൈം ബേസിസിൽ മാത്രമാണ്. അതായത് നമ്മൾ കൃത്യമായ ഇടവേളകൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുമല്ലോ,
അപ്പോൾ നമ്മൾ ഗ്രാൻഡ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നീട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുമാത്രമല്ല, ഷോറൂമിൽ ലക്ഷറി ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ മിഡിൽ ക്ലാസ് ഫാമിലീസ് കയറാനായിട്ട് മടിക്കും. നല്ല വോക്കിൻ ഉണ്ടെങ്കിലേ മൗത്ത് പബ്ലിസിറ്റി കിട്ടുള്ളൂ, എന്നാലേ നല്ല ബിസിനസ് ഉണ്ടാവുള്ളൂ. എന്നാ പറഞ്ഞാൽ ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ അവരോട് ചെയ്തൊന്ന് സൂചിപ്പിക്കാം. ആദ്യം അവരൊന്നൊന്ന് കാണട്ടെ, എന്നിട്ട് മതി. ആ, നമുക്ക് എത്ര സ്റ്റാഫിനെ എടുക്കണം? ഇപ്പോൾ ഒരാളെ എടുക്കില്ല. അല്ല, അപ്പോൾ മാർക്കറ്റിംഗ് ഒക്കെ? ഓൺലൈൻ മാർക്കറ്റിംഗ് ലെക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഷോറൂമിൽ തൽക്കാലം ഞാനുണ്ടല്ലോ. മേജർ ആയിട്ടുള്ള ക്ലയൻസിനെ സാം നോക്കണം. അയ്യോ, ഞാനോ? പിന്നെ അല്ലാണ്ട് ഈ ബിസിനസിനെ കുറിച്ച് സാമിനല്ലാണ്ട് വേറെ ആർക്കാ കൂടുതൽ അറിയാവുന്നേ? ആണല്ലേ. പിന്നെ അല്ല. ഞാൻ കാര്യം ചോദിക്കട്ടെ, ഇത്രയും കാലം എവിടെയായിരുന്നു? ഞാൻ എൻ്റെ വീട്ടില്. ആണോ? അപ്പോൾ ചോദിക്കണം എന്താണെന്ന് ചോദിക്കണം. അപ്പോൾ പുള്ളിയെ ഡയലോഗ് പറയും അത് ഭയങ്കര ഷോക്കാണെന്ന്. അപ്പോൾ ആ രീതിയിൽ തന്നെ പറഞ്ഞാൽ മതി. ഡയലോഗ് എല്ലാം ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾ നിങ്ങളത് കംഫർട്ടബിൾ ആയിട്ട് രീതി ചെയ്തോ. ഓക്കെ അല്ലേ? ആ ഓക്കെ. എന്താണ് കുറെ നേരമല്ലോ, എന്താണ് കാര്യം പറ. എടാ കാര്യം സിമ്പിളാണ്. നീ രാവിലെ പറഞ്ഞ സീനില്ലേ, അത് ഞാൻ അവർക്ക് ഇപ്പൊ കൊടുത്തിട്ടുണ്ട്. നീ എഴുതിയ പോലെ വള്ളി പുള്ളി തെറ്റാതെ. എന്നിട്ടെന്താ അവരിതിപ്പോ അഭിനയിക്കും, നമ്മളത് ഷൂട്ട് ചെയ്യും. അത് കാണുമ്പോൾ നിനക്ക് മനസ്സിലാവും നീ എഴുതി വെച്ചിരിക്കുന്നതിനൊക്കെ പ്രശ്നങ്ങൾ എന്താ. എടാ ഞാൻ നല്ല കാലിബറുള്ള 2 ആക്ടേഴ്സിനെ മനസ്സിൽ വെച്ച് എഴുതിയാണ്. അത് ഈ പിള്ളേർ ഇപ്പൊ അഭിനയിച്ച് കഴിഞ്ഞാൽ ശരിയാവും. ഇല്ലടെ ഈ ചളിഞ്ഞ സീൻ ചെയ്യാനായിട്ട് ഞാൻ കാശ് കൊടുത്ത ആളെ കൊണ്ടുവരാം. ഇവിടെ സീനിനെ കുറ്റം പറഞ്ഞാൽ ഞാൻ പറയാം. ഇപ്പൊ അത് വിട്, നമ്മൾ രണ്ടുപേരല്ലേ കാണുന്നുള്ളൂ, പോരെ? അല്ല, എന്താണ് നിന്റെ കയ്യിൽ വേറെ സാധനം? ഇത് ഞാൻ തിരുത്തിയ സ്ക്രിപ്റ്റ്. ഇപ്പൊ ഇത് കഴിഞ്ഞ ശേഷം ഞാൻ ഈ സീനും കൂടി അവരെ കൊണ്ട് ചെയ്യിക്കും. അതും കൂടി കണ്ടു കഴിഞ്ഞിട്ട് വേണം ഈ സീൻ എങ്ങനെ വർക്കൗട്ട് ചെയ്യാൻ നമുക്ക് തീരുമാനിക്കാം. എടാ ഇങ്ങനെയൊക്കെ വേണോ? എടാ നീയല്ലേ രാവിലെ പറഞ്ഞത് നിനക്ക് കൂടി ബോധ്യമായാലേ തിരുത്താൻ സമ്മതിക്കുള്ളൂ. ഓ അതാണ് കാര്യം. എന്നാ നടക്കട്ടെ. എടാ മക്കളെ, ഡയലോഗ് പഠിച്ചോ? ഓക്കെ, എന്നാ പൊളിക്ക്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. റോളിംഗ് ആക്ഷൻ. എന്താ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത്? ജീവിതത്തിൽ ഞാൻ ഒറ്റയ്ക്കാണ്. ജീവിതം പലപ്പോഴും അങ്ങനെയാണ്. ഇടയ്ക്ക് നമ്മളെ ഒറ്റയ്ക്കിരുത്തി കരയിപ്പിക്കും, ചിലപ്പോൾ കൂട്ടം കൂടി ചിരിപ്പിക്കും. കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മൾ ഒരാളായും, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരുപാട് പേരായും തോന്നിക്കും. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലും ഞാൻ ഒറ്റയ്ക്കാണ്. കണ്ണ് തുറന്ന് ലോകത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒറ്റയ്ക്കാണെന്ന് തോന്നിയേക്കാം. കണ്ണടച്ച് ആത്മാവിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ മനസ്സിലാവും നമ്മൾ ഒറ്റയ്ക്കല്ല. എനിക്ക് മനസ്സിലായില്ല. ഒന്ന് കണ്ണടയ്ക്കൂ. ഇപ്പൊ എന്ത് കാണുന്നു? എന്റെ പുണ്യടി ചേട്ടാ, ആദ്യമായിട്ട് കാണാൻ ആരെങ്കിലും ഇങ്ങനെ സംസാരിക്കുമോ? എന്താ സംസാരിച്ചാല്? ഇപ്പൊ എങ്ങനെയുണ്ട്? നിന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടാണ്. എടാ ഈ സീനിനൊരു കുഴപ്പമില്ല. ഇത് കുഞ്ഞു പിള്ളേരാണ്, അവർക്ക് ഇനി ഇന്റൻസിറ്റി മനസ്സിലാവാനാണ്. കേട്ടോ, എന്റെ കണ്ണൊക്കെ നിറഞ്ഞു. എന്തിന്? അത് നിന്നോടൊരു കാര്യം പറയട്ടെ, നല്ല ബോറ് സീനാണ്. എന്നാ നീ റീവർക്ക് ചെയ്ത സീൻ ഒന്ന് ചെയ്ത് കാണിക്കും. ചെയ്ത് കാണിച്ചു തരാം. മക്കളേടാ നിങ്ങൾ ഡയലോഗ് ഓടി. എടാ ഇതാ മറ്റേ മോശമാണ്, ഞാൻ കൂവും. പക്ഷെ കരയരുത്. ഇത് ഞാൻ കൂവും. വേണ്ട, ഡയലോഗ് ഓടി. എടി എനിക്ക് വേറെ ജോലിയുണ്ട്. കുറെ നേരമായാലും ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. എന്ത് കാര്യമെന്ന് വെച്ചാ പറ. ചേച്ചി ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല, ഒരു തീരുമാനം എടുക്കണം. എന്ത് കാര്യത്തിന്? ഇന്ന് ജോസഫേട്ടൻ എന്നോട് ഒരു കാര്യം പറഞ്ഞു. എന്ത് കാര്യം? അറിയില്ല. എനിക്ക് കാര്യമൊക്കെ മനസ്സിലായി. എന്നാ പിന്നെ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കണം. ഞാനെന്ത് തീരുമാനം പറയാൻ? എൻ്റെ ചേച്ചി, ജോസഫേട്ടൻ്റെ ചേച്ചിന് ഇഷ്ടമാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അങ്ങേരെ ഞങ്ങൾ ആദ്യം സംശയാസ്പദമായിട്ടൊക്കെ തന്നെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ ആള് നല്ല മനുഷ്യനാ ചേച്ചി. എടി എനിക്ക് അങ്ങനെ ഒറ്റയ്ക്ക് ഒരു തീരുമാനമൊന്നും എടുക്കാൻ പറ്റില്ല. അതുതന്നെയല്ല, ഒരു പുതിയ ജീവിതത്തെക്കുറിച്ച് ഞാൻ അങ്ങനെ ആലോചിച്ചിട്ട് പോലുമില്ല. ചേച്ചി ഒരു കാര്യം മനസ്സിലാക്കണം. ചേച്ചി ധൈര്യപൂർവ്വം ഒറ്റയ്ക്കൊരു തീരുമാനം എടുത്തോണ്ടാ ഇപ്പം ഇതുപോലൊരു സ്ഥാപനം തുടങ്ങിയിട്ടുള്ളത്. അത് മറക്കരുത്. അതൊക്കെ ശരിയാ. എൻ്റെ ചേച്ചി, ഒറ്റയ്ക്ക് ജീവിക്കാം, അത് എത്ര കാലം വേണമെങ്കിലും ജീവിക്കാം. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ എന്തിനും ഏതിനും ഒരാൾ മനസ്സിലാക്കാനും സപ്പോർട്ട് ചെയ്യാനും കൂടെ ഉണ്ടാവുമ്പോണ്ടല്ലോ, അതൊരു വേറെ ലെവലാ ചേച്ചി. ദേ ജോസഫേട്ടൻ അങ്ങനെ ഒരാളാ. എടിയിലേക്ക് നീ പോകല്ലേ? പോകണോ? ഞാൻ പോയിട്ട് വരാം. ചേച്ചി നന്നായിട്ടൊന്ന് ആലോചിച്ചിട്ട് നല്ലൊരു തീരുമാനം എടുക്ക്. ഓക്കെ? ചിഞ്ചിടിയല്ലേ? പോ. അപ്പൊ തുടങ്ങാം. ഡയലോഗ് നോക്കിയില്ലേ? കണ്ടോ ഇപ്പൊ സീൻ എങ്ങനെ മാറി നോക്ക്. കുറച്ച് ചൂടുവെള്ളം കിട്ടും. എന്തിനാണ്? എനിക്ക് എന്തായാലും പോകേണ്ടി വരും. ഈയടാ നീ കണ്ടോ പിള്ളേരുടെ പെർഫോമൻസ്? പിന്നെ നിന്റെ അറിവിലേക്ക് ഞാൻ പറയാം, ഇത് നടക്കുന്നതിന്റെ ബാക്ക് ഡ്രോപ്പ് ആക്ച്വലി ഒരു ഇവന്റ് ആണ്. എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ. തുടങ്ങാം. ആക്ഷൻ. ഹായ്,
ഈവൻ ടീമിലുള്ളല്ലേ? അതെ. ആ, മീനാക്ഷി എന്നല്ലേ പേര്? ആ, എങ്ങനെ അറിയാം? ഞാൻ അവിനാഷ്. ഓ, നമ്മളെ ഫോണിൽ ആ, സംസാരിച്ചു. അതെ. താങ്ക്സ് ലോട്ട്, ഈ ലാസ്റ്റ് സെക്കൻഡ് വന്നല്ലോ. ആ, ഇറ്റ്സ് ഓക്കെ. മറ്റേ ഫ്രണ്ടിന് ഇപ്പൊ എങ്ങനെയുണ്ട്? ഹാൻഡ് ഫ്രാക്ചർ ആണ്. മൈ ലക്ക്. ആക്ച്വലി ഞാനിപ്പോൾ പ്രൊബേഷൻ പീരീഡില്ല. അപ്പോൾ എൻ്റെ ഒഫീഷ്യൽസ് ഒക്കെ വന്നിട്ടുണ്ട്. എന്നെ ഏൽപ്പിച്ച വർക്കൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ എന്താ ഇങ്ങോട്ട് പോകുന്നു. ബാക്കിയൊക്കെ അവർ നോക്കിക്കോളൂ. കുട്ടി എന്നെ വിളിച്ച നമ്പറിൽ വാട്സാപ്പ് ഉണ്ടോ? ഉണ്ടെങ്കിൽ ആ, ഉണ്ടെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് ചെയ്യാലോ. ഒഫീഷ്യലി ഓർ അൺഒഫീഷ്യലി? ബോത്ത്. വാട്സപ്പിൽ ബ്ലോക്ക് ചെയ്യാൻ ഒരു ഓപ്ഷനും ഉണ്ടല്ലോ. നന്നായിട്ട് DIG എങ്ങനെയുണ്ട്? ഞാനൊരു മാന്യനാണെന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് കൂവിയില്ല. തിയേറ്ററിൽ വരുന്ന ആൾക്കാർക്ക് ഇത്ര ക്ഷമയൊന്നും കാണില്ല കേട്ടോ. രണ്ടാളും കൂടെ ഇതിനാണ് അസൂയ എന്ന് പറയുന്നത്. ഇത് ഒക്ടോബർ വരുമ്പോൾ കണ്ടോട്ടാ. എന്താ ഓർഡർ ചെയ്യണ്ടേ? അതെ, ഞാനൊന്ന് റെസ്റ്റ് റൂം പോയിട്ട് വരട്ടെ, എന്നിട്ട് ഓർഡർ ചെയ്യാം. നീ സത്യം പറ, നീ കൊടുത്താർന്നാ? അയ്യോ, ഞാൻ കൊടുത്തു വിട്ടാണ് ചേച്ചി. അപ്പൊ പിന്നെ ആ കസ്റ്റമർ കംപ്ലൈന്റ് പറഞ്ഞതാ? എനിക്കറിയില്ല ചേച്ചി. ഞാൻ വേണി ബാക്കിയുള്ളവരോട് ചോദിച്ചിട്ട് പറയാ ചേച്ചി, സമാധാനിക്ക്. എന്താണ് പ്രശ്നം? എനിക്കറിയില്ല സമയട്ട, കുറച്ച് നേരമായിട്ട് ഇങ്ങനെയാണ്. തൊട്ടേനും പിടിച്ചതിനൊക്കെ ദേഷ്യമാണ്. രാവിലെ ലക്കി ചേച്ചിയായിട്ട് എന്തോ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷമാണ് എന്തോ പ്രശ്നമുണ്ട്. നീ കേട്ടോ, ഞാൻ നോക്കിക്കോളാം. ആ, എന്താ ചേച്ചി, എന്താ പ്രശ്നം? എന്ത് പ്രശ്നം? ഒന്നുമില്ല. ഒന്നുമില്ലേ? ഒന്നുമില്ലെന്നേ. ആ, എന്നാൽ ഞാൻ ലക്കി വിളിച്ച് ചോദിച്ചോളാം. എന്താ സാം? ചേച്ചിക്ക് എന്താ പറയാണ്ടെന്ന്. അതിന് ചേച്ചി ഇങ്ങനെ എല്ലാവരുടെയും ദേഷ്യപ്പെട്ട് എന്താ കാര്യം? വീട്ടിൽ പോയിട്ട് സമാനമായിട്ട് ആലോചിച്ച് നോക്ക്. ഞാൻ ഇനി വീട്ടിൽ പോയി ആലോചിച്ചാൽ ഇതിനൊരു ഉത്തരം കിട്ടുമെന്ന് തോന്നണില്ല. അപ്പോൾ എന്തായാലും ഒരു ഉത്തരം പറഞ്ഞാലേ പറ്റുള്ളൂ. എടാ സാമ്യ, സത്യം പറഞ്ഞ എനിക്കിതിന് ഒരു എത്തിമിടിയും കിട്ടണില്ല. നീ ഒരു കാര്യം ചെയ്യും, നീ ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ. ഞാനാ? ജോസഫേട്ടൻ നല്ലൊരു വ്യക്തിയാണല്ലോ. ചേച്ചി എന്ത് സഹായത്തിന് വിളിച്ചാലും ഓടി വരുന്ന ആളാണല്ലോ. പിന്നെ നിങ്ങൾ രണ്ടാളും ഒരേ പ്രായമാണല്ലോ. ഞങ്ങളെ പോലെ തന്നെ ചേച്ചിക്ക് ജോസഫേട്ടനെയും പരിചയമൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഞങ്ങളെ കാണാൻ പോലെ തന്നെ ചേച്ചിക്ക് ജോസഫേട്ടനെയും കാണാമല്ലോ അല്ലേ? നീ എന്തൊക്കെയാടി പറയണേ? അത് ചേച്ചി, സാം പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാലേ, നിങ്ങൾ ഞങ്ങളെ പോലെ അല്ലല്ലോ. അത്യാവശ്യം നല്ല ജീവിതാനുഭവം ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും സ്വന്തമായിട്ട് വരുമാന മാർഗം ഉണ്ട്. പിന്നെ അറിഞ്ഞെടുത്തോളം ജോസഫേട്ടന് ചേച്ചിയെ വലിയ കാര്യമാണ്. ചേച്ചി, അതെ, അളവില്ലാതെ സ്നേഹിക്കാനും പരസ്പരം കുറവുകളൊക്കെ അറിഞ്ഞു പെരുമാറാനും ഒക്കെ സാധിക്കുന്ന ഒരു ലൈഫ് പാർട്ട്ണറെ കിട്ടാനേ ഭാഗ്യം ചെയ്യണം. വൈകിയാണെങ്കിലും എൻ്റെ അമ്മയ്ക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാവണമെന്ന് ഞാൻ വാശി പിടിച്ചുകൊണ്ടാണ് അവരിപ്പോൾ കല്യാണം കഴിക്കാൻ പോണത്. ചേച്ചി മറ്റുള്ളവർ എന്തു പറയുന്ന ആലോചിച്ച് ടെൻഷൻ അടിക്കാനൊന്നും അതിന് സമയം കാണത്തുള്ളൂ. ചേച്ചി സ്വസ്ഥമായിട്ടൊന്നിരുന്ന് ആലോചിക്കേ, നല്ലൊരു ഉത്തരം കിട്ടും. സത്യം പറ, താനിത് വീട്ടിലിരുന്ന് പ്രാക്ടീസ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞത്. എങ്ങനെയുണ്ടാവാൻ? നിന്റെ സീൻ നല്ല ബോറായിരുന്നു. ചുമ്മാ നിന്നോട് ചോദിച്ചില്ല. ചോദിച്ചില്ലെങ്കിൽ പറയാനല്ല ഞാൻ പറയും. നീ പറ, ഞാൻ പിള്ളേരോട് കേട്ടെ. എങ്ങനെയുണ്ട് മക്കളെ? സത്യം പറയാലോ, 2 സീനും ബോറാ. അല്ല, രണ്ടാം സീൻ എങ്ങനെയുണ്ട്? അത് നിങ്ങൾ നല്ല റെജറ്റിക് ആയിട്ടാണല്ലോ ചെയ്തത്. അതെ, പക്ഷെ എൻ്റെ ഔട്ട് വരുമ്പോൾ ഭയങ്കര പ്രോബ്ലം ആയിരിക്കും. എന്ത് പ്രോബ്ലം? അത് ഈ DIG ചേട്ടൻ്റെ സീൻ ഭയങ്കര ഡ്രാമ. എൻ്റെ പൊന്നു, ഞാൻ നീ ശരിക്കും ഡ്രാമ കാണാനായിട്ടാണ്. വെറുതെ. അല്ല, അപ്പൊ രണ്ടാമത്തെ സീൻ എങ്ങനെയുണ്ട്? അത് ഭയങ്കര ലാഗാണ്. ഒരുമാതിരി അവാർഡ് സിനിമ പോലെ ഇരിക്കുന്നു. എടാ, നിനക്ക് അങ്ങനെ തന്നെ വേണം. അപ്പൊ എന്നാ ശരി, താങ്ക്സ്. നിങ്ങൾ കേട്ടോ. എടാ, നീ മനഃപൂർവ്വം എന്നെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി നിന്റെ ശിഷ്യന്മാരെ ഏർപ്പാടാക്കിയല്ലേ? ഓടാണ്. പക്ഷെ ഞാൻ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള രീതി. എന്നിട്ടും എന്തായാലും ഇപ്പോൾ ഒരു തീരുമാനമായല്ലോ. വാ, വീട്ടിൽ പോ. നിക്ക്. എന്തായാലും മൂന്നാമതൊരു അഭിപ്രായം എടുക്കുന്നത് എന്തായാലും നല്ലതാണ്. ആരോട് ചോദിക്കാൻ, ആര് പറയാൻ? ആ, എടാ അവിനാശം, നിനക്ക് വേറെ ആരും കിട്ടില്ല ഒരു അഭിപ്രായം ചോദിക്കാൻ. എടാ മിണ്ടാതിരിക്കും. പുള്ളിയാകുമ്പോൾ ഓൾഡ് ജനറേഷൻ്റെ പൾസ് കൃത്യമായിട്ട് അറിയാം. എടാ, ഇയാളോട് അവസാനം കണ്ട സിനിമ ഏതാന്ന് ചോദിച്ചു നോക്കിയേ. ബാഹുബലി ഇറങ്ങിയ വേർപ്പിൽ അറിഞ്ഞാണോ? എടാ, നീ ഒന്നും മിണ്ടാതിരിക്കൂ. എടാ അവിനാശേ, ഞാൻ 2 വേർഷനും കണ്ടു. കൊള്ളാം, നന്നായിരിക്കും. ഇതിലാദ്യത്തെ വേർഷനല്ലേ, അതായത് DIG എഴുതിയ സ്ക്രീൻ പ്ലേ, അത് കുറച്ച് പഴയതാണ്. ഇന്നത്തെ കാലഘട്ടത്തിന്റെ സിനിമ വെച്ച് നോക്കുമ്പോൾ ക്യാരക്ടേഴ്സ് ഒന്നും ഒട്ടും നാച്ചുറൽ അല്ല. കണ്ട,
ഞാൻ പറഞ്ഞില്ലേ രണ്ടാമത്തെ ആ സെക്കൻഡ് വെർഷൻ അത് ത്രൂ ഔട്ട് ലാഗാ. അതായത് നമ്മളൊരു റിയൽ ലൈഫ് സംഭവം സിനിമയായിട്ട് അഡാപ്റ്റ് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കൂടുതൽ അങ്ങോട്ട് റിയലിസ്റ്റിക് ആക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഡോക്യുമെന്ററി സ്വഭാവം ഉണ്ടാവും. എടാ DAG, ഇത്തരം റിയൽ ലൈഫ് സ്വഭാവമുള്ള സിനിമകൾക്ക് സ്ക്രീൻ പ്ലേ എഴുതുമ്പോൾ അതിന്റെ നാച്ചുറൽ ഫ്ലോ കളയരുത്. ഇതിനകത്തെ ക്യാരക്ടേഴ്സ് അവർ ഏതൊക്കെ സാഹചര്യത്തിൽ എങ്ങനെയൊക്കെ പെരുമാറുമെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. എങ്കിലേ അത് അഭിനയിക്കുന്നവർക്കും കാണുന്ന നമ്മൾക്കും അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ ഈ ഡയലോഗ്സിൽ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യാനും പാടില്ല. ഇനി അങ്ങനെയുള്ള സിനിമകളെ കാലത്തിന് അതീതമായിട്ട് നിലനിൽക്കുകയുള്ളൂ. എഴുതുന്ന നിനക്കും ഒരു നിലനിൽപ്പുണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇനി എഴുതുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഓൾ ദി ബെസ്റ്റ്. പോട്ടടാ. എടാ സന്ദീപ്, ആ ടേബിളിലുള്ളവരുടെ ഓർഡർ എടുത്തില്ലെന്ന് തോന്നുന്നു. അങ്ങോട്ട് ചെന്നേ. അല്ല ചേച്ചി, ഞാൻ ചോദിച്ചാണ് അവിടെ അടുത്ത്. അവർക്ക് ഒരാൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. സത്യമായിട്ടും. നീ എന്തിനാണ് ഇങ്ങനെ പേടിക്കണേ? ഞാനതിന് നിന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. പ്രീതി, എനിക്ക് പ്രീതിയോടൊന്ന് സംസാരിക്കണം. ഫ്രീ ആണെങ്കിൽ മതി. ജോസഫേട്ടാ, എന്തെങ്കിലും വേണോ? ഒന്നും വേണ്ട മോനെ. സന്ദീപേ, ചേച്ചി പോടാ. പ്രീതി, ഞാനേ ജോസഫേ, ഞാനതിനങ്ങനെയൊന്നും. എനിക്ക് പറയാനുള്ള പ്രീതി ഒന്ന് കേൾക്കണം. ഞാനിങ്ങനെ ഒരു സിറ്റുവേഷൻ കൊണ്ടിട്ടൊന്ന് പ്രീതി വിചാരിക്കരുത്. പ്രീതിയുടെ ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന് എന്നേക്കാൾ നന്നായിട്ട് പ്രീതിക്കറിയാം. മാത്രമല്ല, ഇത്രയും പ്രാരാബ്ദങ്ങൾക്കിടെ നിൽക്കുന്ന ഒരാളിനോട് ഇത് പറയുന്നത് ശരിയല്ലെന്ന് എനിക്കറിയാം. ജീവിതത്തിൽ പല അവസരങ്ങളിലും ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഒന്ന് ആശ്വസിപ്പിക്കാനോ പറഞ്ഞ് മനസ്സിലാക്കി തരാനോ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ ഭയങ്കര പേടിത്തൊണ്ടാണ് പ്രീതി. ഇത്രയും പ്രായമായെങ്കിലും എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ നിൻ്റെ മുഖത്ത് നോക്കി പറയാൻ പോലും എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ ആ പേടിയായി ഈ കാണിക്കുന്ന ഓരോ കോപ്രായങ്ങളെ. സത്യം പറഞ്ഞാൽ ഇത് മുഴുവൻ ഞാൻ പ്രീതിയോട് പറയാൻ പറ്റുമെന്ന് പോലും കരുതിയല്ല. പിന്നെ തോന്നി ഇപ്പം പറഞ്ഞില്ലെങ്കിൽ പിന്നെ എപ്പോഴാണെന്ന്. എനിക്ക് പ്രീതിയുടെ അവസ്ഥ നന്നായിട്ട് അറിയാം. എങ്കിലും ഇതൊന്നും ഓർത്ത് ടെൻഷൻ ആകണ്ട. കാര്യങ്ങളൊക്കെ നടക്കട്ടെ. പിന്നെ ഞാനിങ്ങനെയൊക്കെ പറഞ്ഞെന്ന് കരുതി പണ്ടത്തെ പോലെ എന്നോട് പിണങ്ങുമോ ഫോൺ വിളിക്കാതിരിക്കുകയോ ഒന്നും ചെയ്യരുത്. ഞാനിവിടെയൊക്കെ തന്നെ ഉണ്ടാവും. പൊക്കോട്ടെ. ജോസഫേ, അടുത്തവണ അമ്മച്ചി വിളിക്കുമ്പോൾ ഞാൻ തിരക്കിന്ന് പറയണേ. മിസ് യു വെരി ബാഡ്ലി. എടാ വൃത്തിയേട്ടവനെ, നീ എന്തിനാണ് മറ്റുള്ളവരുടെ മെസ്സേജ് വായിക്കുന്നത്? മീനാക്ഷി വരുന്നവരെ നീ വഴി തെറ്റി പോകാൻ നോക്കണ്ട, എന്റെ കടമയല്ലേ? എടാ, ഞാൻ അവളായിട്ട് തന്നെയാണ് ചാറ്റ് ചെയ്യുന്നത്. അയ്യോ, ആണോ? അല്ലടാ, അവളെ ഇപ്പൊ തിരിച്ചു വരാനുള്ള പരിപാടി ഒന്നുമില്ലേ? അതിപ്പോ മഴയും പരിപാടിയൊക്കെ കാരണം അവരുടെ കാര്യങ്ങളൊക്കെ പോസ്റ്റ്പോൺ ആയി. അതിന്റെ ഒരു ഡിലേ ഉണ്ട്. അല്ല, നീ ഇത്ര നേരം എവിടെയായിരുന്നു? ഞാൻ ആ പ്രൊഡ്യൂസറായിട്ടുള്ള മീറ്റിംഗ് സീൻ തിരുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. എടാ, പ്രൊഡ്യൂസറായിട്ടുള്ള മീറ്റിംഗ് സീൻ. എന്ത് പറ്റി? എഴുത്തുകാരൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം ഇപ്പോൾ മഴയത്ത് ഒലിച്ചു പോയാ? എടാ, അങ്ങനെയല്ല. നമ്മുടെ വിനോദേട്ടനെ പോലെ നല്ലൊരു കാര്യവിവരമൊക്കെ ഉള്ള ഒരാൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഗവനിച്ചില്ല എന്ന് വരരുതല്ലോ. നിനക്കാളൊട്ടും വിലയിലായിരുന്നല്ലോ, ഇപ്പം എന്ത് പറ്റി? എടാ, ആര് പറയുന്നു എന്നുള്ളതല്ല കാര്യം, അയാൾ പറയുന്ന കാര്യത്തിൽ വല്ല കാര്യം ഉണ്ടോ എന്നുള്ളതാണ് കാര്യം. ഹലോ, ഇത് ഞാൻ അങ്ങോട്ട് പറയേണ്ടതാണ്. ഇവിടെ എന്നെ ആൾ എന്നെ പറയണമെന്നൊന്നുമില്ല. നീ വേണം വായിക്ക്, നോക്ക്. ഞെട്ടില്ലേ? അപ്പൊ നിനക്കപ്പോ ഇതുപോലത്തെ എഴുതാനും അറിയാം. പഴശ്ശിയുടെ യുദ്ധങ്ങൾ മാത്രമല്ല, DAGയുടെ എഴുത്തും കാണാനുണ്ട്. കമ്പനി കാണാൻ. അപ്പൊ നിന്റെ എന്തായാലും സ്വയം തിരുത്താനുള്ള മനസ്സിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നൂടാ. താങ്ക്സ് മാൻ. റെഡി ആയിക്കോ, ഇനിയും കുറെ സീനുകൾ തിരുത്താനുണ്ട്. എടാ, 2-3 സീനെ തിരുത്താനുള്ള പറഞ്ഞല്ലോ തുടങ്ങിയത്. ആടാ, പക്ഷെ നമ്മുടെ മേജർ സീക്വൻസ് ഇപ്പൊ തിരുത്തിയില്ലേ? എന്ന് വെച്ച് ഇനി അതുകൊണ്ട് കുറെ സീൻസ് തിരുത്താനുണ്ട്. അപ്പൊ നീ പറഞ്ഞു വരുന്നത് ഞാനിത് ആദ്യം തൊട്ട് മുഴുവനായിട്ടിരുന്ന് എഴുതണം എന്നാണ്? സ്വാഭാവികം.
എടേ നീ എന്നെ കൊണ്ട് മറ്റേ ക്ലീഷ ഡയലോഗ് ചോദിപ്പിക്കോ? ഏത്? ഇപ്പം ഞാനെന്താ കുപ്പിന്ന് വന്ന ഭൂതാ? സ്വാഭാവികം. ഞാൻ എഴുതുന്നില്ല. ഞാൻ എഴുതാണ്ടവൻ ആരെഴുതും? ഞാൻ കാശ് വേണം. പോടാ. എടാ മറ്റേ ആ ഇനോഗ്രേഷന്റെ വർക്കില്ലേ അതെന്തായി? അത് എഡിറ്റ് കുറച്ചുകൂടി ബാക്കിയുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഇന്നത്തേക്ക് തീരും. അതെ, അത് നാളെ തന്നെ കൊടുക്കണം. അവർ കുറച്ച് ദിവസമായിട്ട് പിടിച്ചോണ്ടിരിക്കുക. ഓ, ഇതെന്താ ചെയ്തോണ്ടിരിക്കുന്നത്? ഇത് ഇന്നലെ എടുത്ത ബാപ്റ്റിസും ഇല്ല അതിന്റെ. അത് നമുക്ക് പതുക്കെ കൊടുത്താൽ പോരെ? നീ ഇങ്ങനെ റെസ്റ്റ് ഇല്ലാതെ വർക്ക് ചെയ്യല്ലേ? അത് ശരിയാവില്ല വേണോട്ടാ. ഇനിയിപ്പോൾ എല്ലാം കൂടി കൂട്ടി വെച്ചിട്ട് ലാസ്റ്റ് ചെയ്യുന്ന പരിപാടി നടക്കില്ല. 1 മാസം കൂടി കഴിഞ്ഞാൽ ഫുൾ തിരക്കാവും. നിന്റെ ആത്മാർത്ഥത. ആ എടാ, ഞാൻ ചോദിക്കണം എന്ന് വിചാരിച്ചോണ്ടിരിക്കുന്നു. നീയും DAG കൂടി ഇന്ന് എന്തൊക്കെയോ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ, എന്തോ അത്? അത് മറ്റേ DAG ഒരു സ്ക്രിപ്റ്റ് എഴുതുന്നുണ്ടായിരുന്നില്ല, അത് സിനിമയാക്കാൻ പോവാണ്. ഓ, അതിൽ നമുക്കൊരു 1-2 സീനിൽ കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ഒന്ന് ഷൂട്ട് ചെയ്ത് നോക്കിയത്. പിന്നെ ചേട്ട സജഷൻ എന്തായാലും വർക്കായി. നമ്മൾ മൊത്തത്തില് സീൻസ് ഒക്കെ ഒന്ന് റീവർക്ക് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. നമ്മളെന്ന് പറയുമ്പോ അല്ല, ഞാനാണ് അത് ഡയറക്റ്റ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞിരുന്നില്ലേ? ഇല്ല. അപ്പൊ എന്തായാലും ഇനി കുറച്ച് 1 മാസം കഴിയുമ്പോ വരാൻ പറ്റില്ല വിനോദേട്ടൻ ഇങ്ങോട്ട്. അപ്പൊ നമ്മുടെ വർക്ക് അത് നമുക്ക് വേറെ ആരെക്കൊണ്ടെങ്കിലും ചെയ്യിക്കാമല്ലോ. എന്റെ കട പൂട്ടി. വിനോദേട്ടാ ആരെങ്കിലും മൂന്നെണ്ണം പോയി. വിനോദേട്ടാ, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? എടാ വിഷ്ണു കുറച്ച് വെള്ളം കൊണ്ടുവന്നേടാ. ഇങ്ങനെ എന്തൊരു തോൽവിയാണ് വിനോദേട്ടാ. ആ സാധനം ലീക്ക് എടുക്കുന്നു. എടാ വിഷ്ണു, ഹലോ. എന്ത്